ഞാൻ അലിറിസ അബ്ദുൽ ഗഫൂർ. ഞാൻ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ഫ്ലൂ ഹബ് എന്ന് പറഞ്ഞ ഒരു കോവർക്കിംഗ് ഹബ്ബ് നടത്തുന്നു. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് കോവർക്കിംഗ് ഹബ്ബാണ്. അതോടൊപ്പം തന്നെ ഫ്ലൂ ഹബ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഡ്രോൺസ് ആൻഡ് ഫ്ലൈയിങ് റോബോട്ടിക്സ് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരു റിസർച്ച് ഫേം കൂടെ നടത്തുന്നുണ്ട്. ടെക്നോളജി റിസർച്ചാണ് എൻ്റെ കോർ ഏരിയ. അതോടൊപ്പം തന്നെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഫ്ലൂ ഹബ്ബ് ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്: കൺസൾട്ടിങ്, കോവർക്കിംഗ്, കോച്ചിങ്. അതിൽ കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് സ്കെയിലപ്പ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയങ്ങളിൽ എൻ്റർപ്രണേഴ്സിന് വന്ന് ചേർന്നിരിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് സ്കെയിലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലൂ ഹബ്. അതിനാവശ്യമായിട്ടുള്ള കൺസൾട്ടിങ്, അതോടുകൂടി തന്നെ ഈ ഒരു കോവർക്കിംഗ്, അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള ഒരു കോവർക്കിംഗ് എന്നുള്ള ആ ഒരു കൾച്ചറിനെ നമുക്ക് ഇവിടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് എങ്ങനെ പറിച്ചു നടാമെന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്നാണ് ഫ്ലൂ ഹബ് രൂപീകരിതമായിട്ടുള്ളത്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്നാണല്ലോ എന്ന് പറഞ്ഞതുപോലെ, ഞാൻ ഏകദേശം 16 വയസ്സിൽ എൻ്റെ ഓൺട്രപ്രണർഷിപ്പ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 16 വയസ്സിൽ ഞാൻ ആരംഭിച്ചത് വെബ് ഡിസൈനിങ് പോലെയുള്ള, അതുപോലെ തന്നെ ഡിസൈനിങ് സ്റ്റേജിൽ ഉള്ള പല വർക്കുകളായിരുന്നു ഞാൻ അന്ന് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം വെബ് ഡിസൈനിങ് തുടങ്ങി പിന്നീട് ഞാൻ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഞാൻ ബാച്ചലർ ഓഫ് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പം എൻ്റെ പഠന കാലയളവിൽ എനിക്ക് എൻ്റെ കമ്പനി ഒന്നുകൂടി വളർത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആവണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടേമിനൊരു ഫുൾ ഫോം ഉണ്ട്: കോമൺലി ഓപ്പറേറ്റഡ് മെഷീൻ പെർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ട്രേഡ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ട്രേഡ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഈ 3 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കമ്പനി എന്നുള്ള രീതിയിൽ ഫ്ലൂ ഹബ് ടെക്നോളജീസ് എന്ന കമ്പനി ഞാൻ ആദ്യം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂ ഹബ് ടെക്നോളജീസ് ഫോം ചെയ്ത് അതിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടങ്ങളിലെത്തിയപ്പോൾ ഒരുപാട് അവാർഡുകളും അതുപോലെ തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് ആൻഡ് ഇൻവെൻഷൻസ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി, എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നു ചേർന്നിരിക്കാനും പുതിയ സ്വപ്നങ്ങൾ നടപ്പിലാക്കാനും ഉള്ള ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തണമെന്ന്, അങ്ങനെയുള്ളൊരു ലക്ഷ്യസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഞാൻ കോഴിക്കോട് ഈ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഫ്ലൂ ഹബ് എന്ന പേരിലുള്ള ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. ഈ ഫ്ലൂ ഹബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫുൾ ഫോം തന്നെ ഫ്യൂച്ചർ ലവിങ് എൻ്റർപ്രണേഴ്സ് വർക്ക് ഹബ് എന്നാണ്. അപ്പോൾ ഫ്യൂച്ചർ ലവിങ് എൻ്റർപ്രണേഴ്സ് വർക്ക് ഹബ് എന്ന് വെച്ചാൽ, നാളെയെ സ്വപ്നം കാണുന്ന ആർക്കും ഇവിടെ വരാം. ആ നാളെയെ സ്വപ്നം കണ്ട് ആ നാളെയെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ്, ആ ഒരു ലക്ഷ്യബോധമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനാണ് ഈ വിഷൻ ബിൽഡിംഗ് അഥവാ മിഷൻ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേസ് ദ വിഷൻ നോട്ട് ദ മണി എന്നുള്ളതാണ് ഫ്ലൂ ഹബിൻ്റെ പോളിസി. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആർക്കും ഒരു വിഷൻ ഉണ്ടാക്കി കൊടുക്കുക, അഥവാ വിഷൻ ആൻഡ് മിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫ്ലൂ ഹബിൻ്റെ പ്രധാനമായിട്ടുള്ള സർവീസുകളിലൊന്ന്. അപ്പം വിഷൻ ബിൽഡിംഗ്, അപ്പോൾ വിഷൻ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, കൺസൾട്ടിങ്, കോവർക്കിംഗ്, കോച്ചിങ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള കൺസൾട്ടിങ്. ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ ഇവിടെ വരുമ്പം അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടാവില്ല. ചിലപ്പോൾ ഒരു 10, 12 അല്ലെങ്കിൽ 20, 30 ആശയങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ ആ ഐഡിയകളിൽ നിന്ന് ഏറ്റവും നല്ല ഐഡിയ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഐഡിയയിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു വിഷൻ ബിൽഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ വിഷന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വലിയ രീതിയിൽ ഉള്ള ഔട്ട്പുട്ട് ഞങ്ങളിവിടെ കാണുന്ന തന്നെ ഉണ്ട്. അപ്പം അതാണ് ഫ്ലൂ ഹബിൻ്റെ പ്രധാന സർവീസുകളിലൊന്ന്. അപ്പം ഈ കൺസൾട്ടിങ്. പിന്നെ വരുന്നത് കോവർക്കിംഗ് എന്നുള്ളതാണ്. കോവർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആവശ്യമായിട്ടുള്ള വിഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് ഇവിടെ അവർക്ക് അതിനായി ആവശ്യമായിട്ടുള്ള സ്പേസ്, കമ്പ്യൂട്ടറുകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പല രീതിയിലുള്ള കോവർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടും. പല രീതിയിലുള്ള ആളുകളായിരിക്കും ഓരോ ചെയറുകളിലും അല്ലെങ്കിൽ ഓരോ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ. അപ്പം ഉദാഹരണത്തിന് ഒരാൾ വെബ് ഡിസൈനർ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ആൾ ഗ്രാഫിക് ഡിസൈനർ ആയിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾ ഒരു അനിമേറ്റർ ആയിരിക്കാം, വേറൊരാൾ ഒരു മാർക്കറ്റിംഗ് ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഔട്ട്പുട്ടുള്ള വർക്കുകൾ ഇവിടെ നിന്ന് പുറത്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമേന്മ. അപ്പോൾ ആ ഗുണമേന്മ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഓരോരുത്തർക്കും സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്.
പിന്നെ ഈ കൺസൾട്ടിങ്, കോവർക്കിംഗ്, ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കോച്ചിങ് ആണ്. അപ്പം എൻ്റർപ്രണേഴ്സിന് എപ്പോഴും വേണ്ടത് നല്ല രീതിയിലുള്ള റിസോഴ്സസാണ്, അഥവാ വർക്ക് ഫോഴ്സാണ്. അപ്പോൾ ഈ വർക്ക് ഫോഴ്സിനെ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് അസിസ്റ്റൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് പ്രോജക്റ്റുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാനായി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പല സ്ട്രീമിൽ, ഏത് സ്ട്രീമിൽ പഠിക്കുന്ന ആൾക്കാരായാലും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ കൂടെ ഞങ്ങളുടെ കോച്ചിങ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ആ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. ഫ്ലൂഹബിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വൈ കോമ്പിനേറ്ററിൻ്റെ ഇന്ത്യൻ മോഡലായി തീരുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഏത് രീതിയിലുള്ളൊരു ആശയങ്ങളുമായി വന്നു കഴിഞ്ഞാൽ, ഏത് രീതിയിലുള്ള സ്വപ്നങ്ങളുമായി വന്നു കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങൾ കാണുന്നവരുടെ ഒരു കൂട്ടായ്മ, അതുപോലെ തന്നെ ആ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ഫ്യൂച്ചറിൽ പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഫ്ലൂഹബിൻ്റെ ഭാവി പദ്ധതികൾ എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് ആരംഭിച്ചതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് പന്തലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനും, പിന്നെ അതുപോലെ തന്നെ സ്വപ്നം കാണുന്ന ആർക്കും വന്ന് ജോയിൻ ചെയ്യാവുന്ന പുതിയ രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും, അതുപോലെ തന്നെ സ്വപ്നം കാണുന്ന ഏതൊരു സംരംഭകനും ഏതൊരു സംരംഭകയ്ക്കും വന്നു ചേരാവുന്ന ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ആവുക എന്നുള്ളതാണ് ഫ്ലൂഹബിൻ്റെ ലക്ഷ്യം. ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ, ഫോക്കസ് ഓൺ ബീയിങ് പ്രൊഡക്റ്റീവ്, നോട്ട് ബിസി എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും ബിസി ആയിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റീവ് കൂടി ആവണം. അപ്പം അങ്ങനെ പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മൾ പ്രണയിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക. പ്രശ്നങ്ങളെ കണ്ടിട്ട് നമ്മൾ പേടിച്ചോടുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നമുക്കൊരു വലിയൊരു അഭിനിവേശമായി മാറും. അപ്പോൾ ആ രീതിയിൽ പ്രശ്നങ്ങളെ നമ്മൾ പ്രണയിച്ചു തുടങ്ങിയാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആവാനും സാധിക്കും എന്നുള്ളതാണ്. നാളെ സ്വപ്നം കാണുന്ന എൻ്റർപ്രണേഴ്സിന് വേണ്ടിയുള്ള ഡെസ്റ്റിനേഷനാണ് ഫ്ലൂഹബ്. ഒരു സ്റ്റാർട്ടപ്പ് ഡെസ്റ്റിനേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സംരംഭകൻ്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനായി മാറുക എന്നുള്ളതാണ് ഫ്ലൂഹബിൻ്റെ ഉറച്ച ലക്ഷ്യം. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തുടങ്ങാൻ ഒരുപാട്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് രീതിയിൽ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ കഴിഞ്ഞാൽ പിന്നീട് അതെങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ പെട്ടെന്ന് സ്കെയിലപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് ഓപ്ഷനുകൾ എന്നുള്ള ആ ഒരു തട്ടിലെത്തുമ്പോഴാണ് എല്ലാ സംരംഭകരും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് എൻ്റർപ്രണേഴ്സും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൂഹബ് അവിടെയാണ് ഫ്ലൂഹബ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകൾ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് ഓരോ സ്റ്റാർട്ടപ്പിനും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പിനുള്ള മാതിരി ആയിരിക്കില്ല മറ്റൊരു ഒരു IoT സ്റ്റാർട്ടപ്പിന്. അതേമാതിരി ആ ഒരു IoT പോലെയുള്ള സ്റ്റാർട്ടപ്പിന് ഉള്ളതായിരിക്കില്ല ഒരു ഡിസൈനിങ് സ്റ്റാർട്ടപ്പിന്. അതുപോലെ ഡിസൈനിങ് സ്റ്റാർട്ടപ്പിനുള്ള രീതിയിലുള്ള കാര്യമായിരിക്കില്ല വേറൊരു മേഖലയിലുള്ള സ്റ്റാർട്ടപ്പിന്, അല്ലെങ്കിൽ വേറൊരു മേഖലയിലുള്ള ഒരു ആർട്ടിസ്റ്റിക് കമ്പനിക്ക്, അപ്പം മീഡിയ കമ്പനിക്ക്, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഫോക്കസ് അല്ലെങ്കിൽ വിഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലൂഹബിൻ്റെ ലക്ഷ്യം. എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് കോവർക്കിംഗ് സ്പേസുകളിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരാക്കുന്നത് ഞങ്ങളുടെ ഈ 3 Cകളാണ്: കൺസൾട്ടിങ്, കോവർക്കിംഗ്, കോച്ചിങ്. ആ 3 Cകൾ ഒരുമിച്ച് നൽകുക എന്നുള്ളിടത്താണ് ഞങ്ങളുടെ USP എന്ന് പറയുന്നത്. എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, യുവാക്കളെ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നും പ്രേരിപ്പിച്ചത് APJ അബ്ദുൽ കലാം ആയതുകൊണ്ട് തന്നെയാണ്.
അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറക്കാതിരിക്കുന്നതാണ് സ്വപ്നം എന്ന് ഉള്ള ആ ഒരു വിഷൻ യുവാക്കളുടെ മനസ്സിലേക്ക് ഇട്ട് തന്നത് APJ അബ്ദുൽ കലാം ആയതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിത്വം APJ അബ്ദുൽ കലാം സാറാണ്. ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും വിജയിക്കുക. അതുപോലെ തന്നെ ഞാനും ഒരുപാട് രീതിയിൽ പരാജയങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ യങ് ഏജിൽ തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അന്ന് പല രീതിയിലുള്ള ഇപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സംഭവങ്ങൾ എടുത്ത് പറയാൻ പറ്റില്ല, പല രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഇന്നത്തെ ഒരു സക്സസ്ഫുൾ എന്ന് പറയാവുന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എത്ര പരാജയങ്ങൾ, ഞാൻ ഈ പരാജയങ്ങളിൽ നിന്നൊക്കെ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര പരാജയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നതിനനുസരിച്ച് വിജയങ്ങൾക്ക് കൂടുതൽ മധുരം ഉണ്ടാവും എന്നുള്ളതാണ്. You cannot change your future, but you can surely change your habits, and your habits can change your future.